ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് മാംഗോ മോജിറ്റോയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മാംഗോ ജ്യൂസാണിത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ റെസിപ്പിയിലേക്ക് പോവാം. മാംഗോ മോജിറ്റോ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ബേസിൽ സീഡ്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. ബേസിൽ സീഡ്സ് എന്ന് പറയുന്നത് തുളസി ചെടിയിൽ നിന്നും എടുക്കുന്ന വിത്താണ് കേട്ടോ. ബേസിൽ സീഡ്സ് ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ബേസിൽ സീഡ്സ് കുതിർത്ത് വെക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് 10 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിനു വേണ്ടി ഒരു പഴുത്ത മാങ്ങ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തൊലി നീക്കിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. മാങ്ങ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ഈ മാങ്ങയുടെ കൂടെ മാംഗോ മോജിറ്റോന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. 4 ഇല മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ അരച്ചിട്ട് വരാം. അപ്പം നമ്മുടെ മാങ്ങയും പുതിനയിലും നല്ലതുപോലെ അരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെറുനാരങ്ങ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് റൗണ്ടിലായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ കുരു മാറ്റിയെടുക്കാം. തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായി 4 പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ ചേർക്കുന്നതിന് പകരമായിട്ട് ഓർഗാനിക് ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ പേസ്റ്റ് കുറച്ചെടുത്ത് ചേർക്കാം. നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ബേസിൽ സീഡ്സ് ചേർക്കാം. ബേസിൽ സീഡ്സ് കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് തണുപ്പ് കിട്ടാനും വളരെ നല്ലതാണ്. ചെറിയൊരളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബേസിൽ സീഡ്സ് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മാംഗോ മോജിറ്റോ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബൈ.